ശ്രീ ഒ അബ്ദുള്ള, ടി ജി ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെല്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാമിക് വീറ്റോയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്? മാത്രമല്ല, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സെലക്റ്റീവ് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മാത്രം നടക്കുന്നത്? ശ്രീ അബ്ദുള്ള, തങ്ങൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് എന്ന് പരാമർശമുണ്ടായിക്കഴിഞ്ഞാലും അപ്പോൾ RSSനെ തീവ്രവാദ സംഘടനയാക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ട്. ഇപ്പോഴും താങ്കൾ കേരളത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അബ്ദുള്ളയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും കേരളത്തിൽ NSGയുടെ ക്യാമ്പ് തുടങ്ങുക എന്ന് പറയുന്നു. ഏത് രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും, എത്രത്തോളം അധികാരമുള്ള ഒരു സേനയായിട്ടായിരിക്കും ഇവർ മാറുക? ഞാൻ നേരത്തെ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിൽ ഭീകര വിരുദ്ധ സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ക്വാഡിൻ്റെ പ്രവർത്തനം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. അവിടെയും ഭരണകൂടമാണ് നിയന്ത്രിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞു NSGയുടെ ആസ്ഥാനം അത് കോഴിക്കോട്ട് ആയിരിക്കണമെന്ന്. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ആഗ്രഹം അത് മഞ്ചേരിയിലായിരിക്കണം എന്നാണ്. അവിടെ ഗ്രീൻ വാലിയിൽ തന്നെ NSG അവരുടെ കേന്ദ്രം, അവരുടെ താവളം തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ലതാണ്. കാരണം ഒരു 40 ഏക്കർ, ഒരു 40 ഏക്കേഴ്സ് ലാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ലൊരു ഏരിയ ആണത്. പിന്നെ അതിന് ആക്സബിലിറ്റി ഉണ്ട്, എയർപോർട്ട് ആക്സബിലിറ്റി ഉണ്ട്. നല്ല സജഷനാണ്. ഞാനൊക്കെ വെൽക്കമിങ് ചെയ്തത്. അത് അവിടുന്ന് എയർപോർട്ട് ആക്സസ്, ബാക്കി കോയമ്പത്തൂർ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്, എല്ലാമായിട്ടും നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. വളരെ നല്ല സജഷനാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ ഈ ഓർഗനൈസേഷൻ ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷനാണ്. ഇതിന്റെ ഓപ്പറേഷണൽ ഏരിയ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഈ സൗത്ത് ഏരിയയിൽ വൾണറബിൾ ആയി, ഇപ്പം കമ്മ്യൂണലി വളരെ സെൻസിറ്റീവ് ആയിട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ബാഹ്യശക്തികൾ, നമ്മുടെ വിഘടനവാദികൾ നമ്മളുടെ രാഷ്ട്രത്തിനെ വളരെ വീക്കൺ ചെയ്യാൻ നോക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫണ്ടമെന്റലിസ്റ്റ് ഓർഗനൈസേഷൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ കേരളത്തിൽ, ബാംഗ്ലൂർ, അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ ഏരിയയിൽ, ഈവൻ ബഡ്കൽ ഏരിയയിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടില്, പിന്നെ കോയമ്പത്തൂർ ഭാഗം, ഇങ്ങനെ പല ഏരിയയിലും. അപ്പൊ ഇവിടെയൊക്കെ ഈസി ആക്സബിലിറ്റി, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും നമ്മളെ ഈ ഫോഴ്സിന്. കൂടാതെ ഇത് സംസ്ഥാന ഗവൺമെന്റിന് കൂടെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാനത് പറയുന്നത്. കാരണം സംസ്ഥാന ഗവൺമെന്റ് തീർച്ചയായും അഡ്വാൻറ്റേജ് ആണ്. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ആന്റി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷൻ വളരെ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കേണ്ട സാധനമാണ്. എന്തോ കാരണം കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവായിരിക്കാം. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഇടപെടലൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് NSGക്ക് കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. അത് തന്നെ വളരെ ഒരു എഫിഷ്യന്റ് ആയ കാര്യമാണ്. കൂടാതെ നമുക്ക് ഈ ഇതുപോലെയുള്ള കേസുകൾ, ടെറർ കേസ് റിപ്പോർട്ട് ആകുമ്പോൾ, ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ആകുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് ആയിട്ട് പല കാര്യങ്ങളും ഈ ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റും. സപ്പോസ് ഇപ്പോൾ ഒരു കോയമ്പത്തൂർ ബ്ലാസ്റ്റ് സംഭവിച്ചു, ആ ബ്ലാസ്റ്റ് സ്ഥലത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്കൽ പോലീസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ NSGമാർ ഓർഗനൈസേഷൻ അവിടെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. പല ഇൻപുട്ട് അവിടുന്ന് കിട്ടും. അതായത് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് ഇതിന്റെ കാണാത്ത പല കാര്യങ്ങളും, നമ്മുടെ സാധാരണ ഇൻവെസ്റ്റിഗേഷനിൽ കാണാത്ത പല കാര്യങ്ങളും എക്സ്പെർട്ടൈസ് ആയ ഈ ഏജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി കൂടുതൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഇൻപുട്സ് അവിടുന്ന് കിട്ടും. അതൊക്കെ ശേഖരിക്കാനും അത് അനലൈസ് ചെയ്യാനും ഡിസമിനേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഏജൻസിക്ക് പറ്റും. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ്, അതായത് ഈ ടെറർ റിലേറ്റഡ് കേസസിൽ അല്ലെങ്കിൽ ഈ NIA ഓർഗനൈസേഷന് വളരെ എഫക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ വരുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി സംസ്ഥാനത്തിന്റെ കയ്യിലാണെങ്കിലും, ഹോം ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്തിന്റെ കയ്യിലാണെങ്കിലും, അതിന് ഒരേ ഒരു ഏജൻസിക്ക് മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിന്റെ ഈ പവറിലേക്ക് കടന്നു കയറിയാൻ പറ്റിയ ഒരേ ഒരു ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാത്രമാണ്. NIAക്ക് ഡയറക്റ്റ് ആയിട്ട് കേസെടുക്കാൻ പറ്റും. NIAയുടെ സബ് ഇൻസ്പെക്ടർ ലെവൽ ഉദ്യോഗസ്ഥൻ ഒരു സ്ഥലത്ത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുത്തെ SHO പവേഴ്സും ഓട്ടോമാറ്റിക് ആയിട്ട് NIA ആക്ട് പ്രകാരം അങ്ങനെ ആ പവേഴ്സ് അയാൾക്ക് SHOന്റെ പവേഴ്സും കൂടി ഓഫീസ് സബ് ഇൻസ്പെക്ടറിന്റെ എബോർ ഓഫീസേഴ്സ് വന്നു ചേരുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ NIA ഓർഗനൈസേഷൻ ആക്ട് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ എക്സ്ട്രാ
ഒരു റീഇൻഫോഴ്സ് ചെയ്യാനും NSCക്കൊക്കെ സാധിക്കും. അതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമ്മളെ ഈ സംസ്ഥാനത്തിന്റെ ഈ ഹോം ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്തിന്റെ എക്സ്ക്ലൂസീവ് പവേഴ്സ് ആണെങ്കിലും അതിനെ മറികടന്നാണ് NIA ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം NIA മാതിരി ഓർഗനൈസേഷൻ ഈ അന്വേഷണ സംഗതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഈ ലോക്കൽ ഏജൻസി, അതായത് IB മാതിരി തന്നെ അതിനെക്കാട്ടി കൂടുതൽ സപ്പോർട്ടുകൾ NSC മാതിരി ഓർഗനൈസേഷൻ വന്ന ഒരു കായിക ബലം, അതായത് ലോക്കൽ പോലീസിന്റെ സംവിധാനം ആവശ്യപ്പെടാതെ ഇപ്പം നമ്മളെ NIA ഉദ്യോഗസ്ഥന്മാർക്ക് CRPFന്റെയും CSFന്റെ ഒക്കെ സപ്പോർട്ടാണ് ആവശ്യമാണെങ്കിൽ എടുക്കുന്നത്. ചില സമയങ്ങൾ തീർച്ചയായിട്ടും ഒരു സംസ്ഥാന പോലീസിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എടുക്കുന്നുണ്ട്. അത് കൂടാതെ ചില സമയങ്ങളിൽ CRPFും CSFും ആണ് ഓർഗനൈസേഷൻ എടുക്കുന്നത്. അതിന് പകരമായിട്ട് NSCക്ക് ഏത് സമയത്തും അവർക്ക് ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു അന്വേഷണ ഏജൻസികൾക്കും കൂടാതെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇതുപോലെ ഫണ്ടമെന്റൽ ഓർഗനൈസേഷനും ഇന്ത്യയെ നമ്മുടെ മാതൃരാജ്യത്തിലെ വിഘടിതവാദ ശക്തികൾ അത് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിനെ കർട്ടേൽ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ബിഹൈൻഡ് ദ ബാർസ്, അതായത് ഈ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ അടച്ചു മാറ്റാനും അങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് ഇതുപോലെ ഓർഗനൈസേഷൻ വരുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മലബാറിലാണെങ്കിൽ മലബാറിലെ ഓർഗനൈസേഷൻ ആണ്. വളരെ സന്തോഷം. മലബാറിലെ ഒരു ഓഫീസർ എന്നല്ലാണ് ഞാൻ പറയുന്നത്. അല്ല, മാത്രമല്ല ഈ രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയ അവർ കണ്ണ് വെച്ചിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് കേരളം മാറിയിരിക്കുകയല്ലേ അല്ലേ സമീപകാലത്ത്? ഇപ്പോൾ നാർക്കോട്ടിക്സ് ബിസിനസ് എനിക്ക് തോന്നുന്നു അതുകൂടി ഒരു പക്ഷേ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കാരണം വെച്ചാൽ ഈ നമ്മുടെ ഈ ഗോൾഡൻ ട്രയാങ്കിളിന്റെ ഈ രണ്ട് ഈ ഡ്രഗ് മാഫിയ ഒരു ഗോൾഡൻ ട്രയാങ്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ഗോൾഡൻ ട്രയാങ്കിൾ വിട്ടിട്ട് അവരൊരു പുതിയ ഏരിയ ഈ കൊളംബോ കൊച്ചി ഏരിയ കൂടി അവർ ആ ട്രയാങ്കിളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഈ നമ്മളെ ഡ്രഗ് മാഫിയയും ഈ ഡ്രഗ് ആക്ടിവിറ്റീസും അതുകൂടി വൾണറബിൾ ആയിട്ട് വരുന്ന സംഭവമാണ്. അതുകൂടി കൺട്രോൾ ചെയ്യാനും കൂടിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ NSC പോലെയുള്ള ഓർഗനൈസേഷനോട് വരുന്നത്. കാരണം നമ്മുടെ കേരളം വളരെ ഓപ്പൺ ആണ്. വളരെ നമ്മുടെ ബന്ധം വിത്ത് ഈ UAE മാതിരിയും മറ്റ് കൺട്രിമാരും നമ്മളെ പഴയ 50-100 കൊല്ലം പഴക്കമുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ മറവിൽ ഇപ്പോഴും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഡ്രഗ് മാഫിയ കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴേ ഗുജറാത്ത് ഏരിയ വിട്ടിട്ട് അത് കുറെ കൂടി ഓപ്പൺ ആയ നമ്മുടെ കർണാടക, കേരള തീരത്തു കൂടി ഇത് വളരെ ഈസി ആയിട്ട് അതിന്റെ എൻട്രി ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെയും കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ കോസ്റ്റൽ ഗാർഡിനെയും കൂടി NSC ഒരുപാട് റീഎൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, ഒരുപക്ഷെ നാളെ കേരളത്തിന് ചീത്തപ്പേരുണ്ടാക്കാനാണ് NSCയെ കൊണ്ടുവരുന്നത് എന്നൊരു വാദം കൂടി ഉയർന്നേക്കാം. ഞാനത് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രസ്താവന ഇടത് ജിഹാദി കേന്ദ്രങ്ങളിൽ നിന്ന്. കാരണം NSCയൊക്കെ വരുമ്പോൾ അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റുന്നു, ഇകഴ്ത്തിക്കാട്ടുന്നു. കേരളത്തെ ഇകഴ്ത്താനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കമായിട്ടൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, അത് ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ. താത്തമാരൊക്കെ തുള്ളുന്നു. ഇവിടെ എറണാകുളത്തിന്റെ MP സത്യഗ്രഹം ഇരിക്കുന്നു, തിരുവനന്തപുരത്ത് സത്യഗ്രഹം ഇരിക്കുന്നു. എന്തെല്ലാം നാടകം കണ്ടതാ. പാകിസ്ഥാനിൽ നിന്ന് ശ്രീലങ്കയിലോട്ടുള്ള ആയുധത്തിന്റെ നാർക്കോട്ടിക്സിന്റെ റൂട്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും ഹബ്ബായിരുന്നു ലക്ഷദ്വീപ്. അവിടെ നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നും എല്ലാം കൃത്യമായിട്ട് പിടിച്ചാണ് കേന്ദ്രം നടപടിയെടുത്തത്. അപ്പൊ ആ റൂട്ട് ഏകദേശം അടഞ്ഞു. ഇപ്പൊ അവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് ക്ലീൻ ആയി. ആള് താമസം ഇല്ലാത്ത ദ്വീപുകളെല്ലാം കേന്ദ്രം മാറ്റി. അപ്പൊ ആ രീതിയിൽ ആ ഹബ്ബ് പോയി. അപ്പൊ ഇവിടെ ഇനിയിപ്പം കൂടുതൽ ഹബ്ബുകൾ, ഇതുപോലത്തെ നാർക്കോട്ടിക് ഹബ്ബുകൾ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് NSC വന്നിരിക്കുന്നത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന്റെയാണ് NSC ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഈ വേറൊരു ലെവലിൽ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലും ഈ വക കാര്യങ്ങൾ ഇപ്പൊ ശക്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പല സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 1-2 ബോംബ് സ്ഫോടനങ്ങളും ഒത്തിരി ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും മറ്റുള്ളവരെ എല്ലാം തട്ടണം എന്നുള്ള രീതിയിലുള്ള ഇത് പ്രചരിപ്പിച്ചതിന്റെ പേര് ചെന്നൈ കുറെ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനസൈഡിനെയൊക്കെ ടാക്ടിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. കട്ടിംഗ് സൗത്ത് എന്നും പറഞ്ഞ് കേരളത്തിലെ നക്സലുകളും മീഡിയ പ്രവർത്തകരും കൂടെ ഒരു ഇത് നടത്തി, സെമിനാറുകൾ നടത്തുന്നു. പിന്നെ അതിർത്തി മാറ്റി വരയ്ക്കുമെന്നും പറഞ്ഞ് കോവിഡ് കാലത്ത് അതിർത്തി മാറ്റി വരയ്ക്കുമെന്നും പറഞ്ഞ് കേരളത്തിലെ പണ്ട് മീഡിയയിലും നക്സലിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കിളവൻ അങ്ങേര് ചത്തുപോയി. പിന്നെ രാജ്യദ്രോഹിയായിരുന്നു, അങ്ങേര് ചത്തുപോയി. പിന്നെ കാനഡയിൽ ഉണ്ടായിരുന്ന ഒരമ്മായി
ഇവരെല്ലാരും കൂടെ കൂടി ഇതില് സൂമില് മീറ്റിംഗ് നടത്തി. അതിർത്തി മാറ്റി വരയ്ക്കും, ഇന്ത്യയുടെ അതിർത്തി മാറ്റി വരയ്ക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെ? നേപ്പാളിലും കേരളത്തിലും ഒക്കെ. ഒന്നും നടന്നില്ല. അപ്പൊ ഈ രീതിയിലുള്ള പല ചിന്താഗതികളെയും ഇവിടെ കേരളത്തിൽ NSD വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിനെ ടാർഗറ്റ് ചെയ്തല്ല വരുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ഇവിടുത്തെ ഇടത് തീവ്രവാദം ആണ് കൂടുതലായിട്ട്. അതായത് ചൈനയിൽ നിന്നും ചെമ്പടയെത്തും, EMSനെ പ്രധാനമന്ത്രിയാക്കും എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് നടന്നവന്മാരാണ് ഇപ്പൊ ഭരിക്കുന്നത്. ഏത്? ഈ ചൈനയിൽ നിന്നും ചെമ്പട വരുന്നു. ഇതുവരെ വന്നിട്ടില്ല. 62-ൽ വന്ന് കോൺഗ്രസ്സുകാർക്ക് അടി കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. പിന്നെ വരാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ ഈ ചൈനയുടെ 3000 കിലോമീറ്റർ പോയി എന്ന് പറഞ്ഞത് 62-ലാണ്. അത് കൊടുത്തവരോട് തന്നെയാണ് അതിന്റെ ഉത്തരവ് അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തു, എന്തുകൊണ്ട് പോയി. ഏതാണേലും ഇന്നത്തെ ദിവസം കറക്റ്റാ. ഇന്ന് ടിബറ്റ് തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇപ്പം നാൻസി പെലോസിയുടെ നേതൃത്വത്തിൽ ദലൈലാമയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ചൈനയുടെ പിടുത്തവും കാര്യങ്ങളും ഒക്കെ ഏകദേശം അതിനൊരു തിരിച്ചടി കിട്ടുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ ആഗോള ലോകക്രമം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ NSD വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അവർക്ക് കൃത്യമായിട്ടും പണി ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവര് ഇടതിനും വലതിനും കൂടി ഇവിടെയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കലാപരിപാടി കാണിക്കൂ എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു തോന്നല്. കാരണം കേന്ദ്രം ഒന്നും കാണാതെ വരത്തില്ല. ഇവരെന്തെങ്കിലും ഒരു അക്രമം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ സൈന്യത്തിന്റെ കൂടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫോഴ്സസിന്റെ കൂടെയും കൃത്യമായിട്ട് നിൽക്കുക. ലോക്കലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കേന്ദ്രത്തിന്റെ സൈന്യം വരുന്നിടം വരെ പിടിച്ചു നിൽക്കാനുള്ള ആത്മരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം എത്തിച്ചേരാൻ ഇപ്പൊ വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുന്ന എറണാകുളത്ത് നിന്ന് എത്തിച്ചേരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത്ര നേരം പിടിച്ചു നിൽക്കാനുള്ള സംവിധാനമൊക്കെ ജനങ്ങള് സ്വയം, അതായത് ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി പോലത്തെ വല്ലതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം അത്രയ്ക്ക് അതിന്റെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് അതൊരു വിദൂരമായ ഒരു കാര്യമല്ല. വിദൂരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല NSD വന്നിരിക്കുന്നത്. ഇവിടെ അതിഭയങ്കരമായ ഇന്ത്യ വിരുദ്ധത, അതിഭയങ്കരമായ ചൈന സ്നേഹം, അതിഭയങ്കരമായ ഹിന്ദു വിരുദ്ധത, അതിഭയങ്കരമായ പാകിസ്ഥാൻ സ്നേഹം, അങ്ങനെ പല പല അസുഖങ്ങളാണ് കേരളത്തിലുള്ളത്. അല്ലാണ്ട് ഒരസുഖം മാത്രമല്ല. അപ്പൊ കേരളത്തിലെ പൊതു രാഷ്ട്രീയ കക്ഷികളെല്ലാം, അതായത് ഈ ഒരാൾ മാത്രമുള്ള പാർട്ടികളൊക്കെ ഉണ്ട് കേരളത്തില്, അമീബ പാർട്ടികൾ. ഈ അമീബ പാർട്ടികൾ തുടങ്ങി കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് പാർട്ടി വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ട്. ആ അഭിപ്രായ ഐക്യം എന്താന്ന് ചോദിച്ചാൽ, സൂത്രത്തിൽ ഇന്ത്യയിൽ നിന്നും മാറി ഒരു സ്വന്തം രാജ്യം, മറ്റേ കേരളത്തിന്റെ നേരത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ നോട്ട് ഇഷ്ടം പോലെ അടിക്കുക, റിപ്പബ്ലിക്, ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്, ചുവന്ന കൊടി ആദ്യം, പിന്നെ ഭരണമാറ്റം സംഭവിച്ച് അമ്മായിയപ്പന് പകരം മരുമകൻ വരുമ്പം കൊടി പച്ചയാവുന്നു. അങ്ങനെ പല പ്ലാനുകളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് NSDക്ക് മിക്കവാറും പണി ഉണ്ടാകാൻ തന്നെയാണ് ചാൻസ്. കാരണം കേരളത്തിലെ ഫോഴ്സിനെ കൊണ്ട് വലിയ പ്രയോജനം, കേരള ഗവൺമെന്റിന്റെ ഫോഴ്സുകളെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് കേന്ദ്രത്തിന് തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. കാരണം ഇവരൊക്കെ ഇപ്പൊ ഇതിനെ പരസ്യമായിട്ട് എതിർക്കാത്തത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ NSDയെ കൊണ്ടുവന്നു, കേരളത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പാട്ടും പല്ലവി എല്ലാം തുടങ്ങും. അത് ഇടതും വലതും രണ്ടുപേരും കൂടെ ഒരുമിച്ച് തുടങ്ങും. കാരണം വോട്ട് ഇപ്പൊ ഹമാസിനെ ഇവിടെ എഴുന്നള്ളിച്ചോണ്ട് നടന്നത് കണ്ടല്ലോ. ഒരു വർഷമായിട്ട് ഹമാസിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 22, 2022 PFI അറസ്റ്റ് ചെയ്ത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ തീവ്രവാദം തീരേണ്ടതാണ്. പക്ഷേ ഇടതിനും വലതിനും കേരളത്തിലെ മീഡിയയും കൂടെ ഈ ഹമാസിന്റെ കെയർ ഓഫില് ഈ തീവ്രവാദികൾക്ക് റീഗ്രൂപ്പ് ചെയ്യാനും വീണ്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ഹമാസ് പരിപാടി ചുമ്മാ നടത്തിയതൊന്നുമല്ല. കൃത്യമായിട്ട് വീണ്ടും തീവ്രവാദം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടും കൂടിയാണ് NSD വന്നത്. കൃത്യമായിട്ട് NSD വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലരും ഇപ്പൊ ഇന്നത്തെ ചർച്ചയ്ക്ക് ശരിക്കും ഇവിടെ ഒരു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പ്രതിനിധി വേണ്ടതായിരുന്നു. അവരുടെ അഭിപ്രായം കൂടെ നാട്ടുകാർക്കൊന്ന് കേൾക്കായിരുന്നു ഇതേപ്പറ്റി. എങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ടിരുന്നേനെ. യെസ്, TG, രാജ്യത്ത് ഏറ്റവും അധികം IAS റിക്രൂട്ട്മെന്റ് നടന്ന സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല, 2022 സെപ്റ്റംബറിൽ കേന്ദ്രം നിരോധിച്ച PFIയുടെ പ്രമുഖ നേതാക്കളെല്ലാം മലയാളികളാണ്. അവരിപ്പോൾ തീഹാർ ജയിലിലാണ് ഉള്ളത്. കൊളംബോ ഭീകരാക്രമണം, അതുപോലെ കാബൂളിലെ ഗുരുദ്വാര ആക്രമണം, ഇവയിലെ മലയാളി ബന്ധം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും മലയാളികൾ ഈ വിഷയത്തെ ഗൗരവത്തോടെ സമീപിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദം അതിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കുമ്പോഴും
PFIയെ നിരോധിച്ചിട്ടും ഇപ്പോഴും സ്ലീപ്പർ സെല്ലുകൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടുകൂടി മലയാളി ഇതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം ഉൾക്കൊണ്ടിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത് എന്ന് മലയാളികൾക്ക് ഇക്കാര്യം ബോധ്യപ്പെടും. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്തായാലും തീവ്രവാദത്തിൻ്റെ ഹബ്ബായതുകൊണ്ട്, ഈ പ്രമുഖ തീവ്രവാദികളുടെയൊക്കെ കുടുംബം ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു വലിയ സ്ഫോടനം ഒന്നും കേരളത്തിൽ നടക്കില്ല എന്നതിൽ ആശ്വസിക്കാം എന്ന് തോന്നുന്നു അല്ലേ? കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഹബ്ബെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് വന്ന് കൈമാറ്റം ചെയ്തു പോകുന്നതിൻ്റെ ഒരു ഇടത്താവളമാണ് ഈ ഹബ്ബ് എന്ന്. ആസ്ഥാനം. കേരളം തീവ്രവാദത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതുകൊണ്ടാണ് ഇത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ആസ്ഥാനത്താരും ബോംബ് പൊട്ടിക്കില്ലല്ലോ. അവിടെ ബോംബ് നിർമ്മാണമാണ്, പൊട്ടിക്കാൻ പോകുന്നത് വേറെ സ്ഥലത്താണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും അതിൻ്റെ ഒരു ലിങ്ക് നമുക്ക് കേരളത്തിൽ കാണാം. ഒന്നുകിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ്, അല്ലെങ്കിൽ പ്ലാനിങ്, അല്ലെങ്കിൽ വെപ്പൺ, അല്ലെങ്കിൽ മാൻ പവർ. ഇതിലേതെങ്കിലും കേരളത്തിൽ നിന്നായിരിക്കും. ഇന്ത്യയിൽ എവിടെ സംഭവം നടന്നു കഴിഞ്ഞാലും ഒരു കേരള ലിങ്ക് അതിൽ വരും. അപ്പോൾ കേരളം ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇവിടെ അവർ സേഫായിട്ട് വയ്ക്കും. ഇവിടെ സ്ഫോടനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ നടത്തും? ഹെഡ് ക്വാർട്ടേഴ്സിൽ ആരും ബോംബ് വയ്ക്കില്ല. ബോംബ് ഉണ്ടാക്കും, അവിടെ പൊട്ടിക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇത് മലയാളികൾക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭീകരവാദത്തെ ചെറുക്കുന്നത് നമ്മൾ ആയുധം കൊണ്ടും പോലീസും കൊണ്ടും മാത്രമല്ല. അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ജനങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. അപ്പോഴേ ഈ ഏജൻസികൾക്കൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. ഏജൻസികൾ സിൻസിയറാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2019 നമ്മളുടെ CAA ബഹളം നടക്കുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ പോയത് നമ്മളുടെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഗവർണറുടെ പ്രസംഗം അവിടെ തടസ്സപ്പെടുത്തിയത് സദസ്സിൽ നിന്ന് കൂവലും ബഹളവും ഇരിക്കട്ടെ, വേദിയിലിരുന്ന ഇർഫാൻ ഹബീബ് എന്ന പ്രസിദ്ധ ചരിത്രകാരനാണ് നടന്ന് ചെന്ന് ഗവർണറുടെ പോഡിയത്തിന് അരികിൽ ചെന്ന് കൈപൊക്കുകയും ഗവർണറോട് തർക്കിക്കുകയും നിങ്ങളിവിടെ സംസാരിക്കേണ്ട, നിങ്ങൾ ഗോഡ്സെയെ പറ്റി സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി VC ഇദ്ദേഹത്തെ ഒരു കണക്കിന് കൈ പിടിച്ച് അല്ലെങ്കിൽ തല്ലും എന്നുള്ള ഭാവത്തിലാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഞാൻ തല്ലാനല്ല കൈ ഉയർത്തിയത്. ഏതായാലും കൈ ഉയർത്തിയതിൻ്റെ ഫോട്ടോയും ഉണ്ട്. ഇദ്ദേഹം ഇങ്ങനെ സമാധാനിപ്പിച്ച് ഒരു കണക്കിന് കസേരയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. ഇത് IPC 124 എന്ന ഒഫൻസാണ്. ഗവർണറുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തിയാൽ, ഓവറാവ് ചെയ്താൽ, എന്നുവെച്ചാൽ ഒരു തരം ഭീഷണിപ്പെടുത്തൽ, ഇൻറ്റിമിഡേഷൻ്റെ വക്കിലെത്തുന്ന പ്രവൃത്തി, അങ്ങനെ ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. IPC 124 അനുസരിച്ചുള്ള ശിക്ഷ. പക്ഷേ ഈ IPC 124 NIA-യുടെ ഷെഡ്യൂൾഡ് ഒഫൻസിലെ ആദ്യത്തെ ഐറ്റമാണ് IPC 124. അപ്പോൾ അത് NIA കേസാണ്. എന്നാൽ കേരളത്തിൽ കേരള പോലീസും കേസെടുത്തില്ല, NIA-യും കേസെടുത്തില്ല. ഇപ്പോൾ ശ്രീ രാജ്ഭവൻ കൂടെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് ഇതിൻ്റെ വകുപ്പും ചട്ടവും ഒക്കെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ കേരള പോലീസിന് പരാതി കൊടുത്തു, കണ്ണൂർ പോലീസിന്, കണ്ണൂർ ടൗൺ പോലീസ്, നിങ്ങളിത് കേസെടുക്കണം എന്ന് പറഞ്ഞ്. അവരെടുത്തില്ല. ഞാൻ ഹോം സെക്രട്ടറിക്ക്, നമ്മുടെ ഡൽഹിയിലിരിക്കുന്ന ഹോം സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. NIA ആക്ടിൻ്റെ സെക്ഷൻ 5 എന്നാണ് എൻ്റെ ഓർമ്മ, 5 അല്ലെങ്കിൽ 6 ഇതനുസരിച്ച് സുയോമോട്ടോ കേസെടുക്കാം NIA-ക്ക് ഒഫൻസിൽ. അങ്ങനെ എടുക്കാനുള്ള തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞാൻ കത്തയച്ചു, ഉണ്ടായില്ല. സോ കേരളത്തിൽ കിട്ടിയ സിഗ്നൽ എന്താ? നിങ്ങൾക്ക് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്താം, ഈ നാട്ടിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുശേഷം, ആ സംഭവത്തിന് ശേഷമാണ് ഗവർണറെ വഴിയിൽ തടയുന്നു, ഗവർണറെ കാറിൽ ഇടിക്കുന്നു, രാജ്ഭവനിൽ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു, ഗവർണർ പുറത്തെങ്ങി അവരെ വെല്ലുവിളിക്കുന്നു, ഗവർണർ വഴിയിൽ സത്യാഗ്രഹം ഇരിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ! ഒരൊറ്റ സിഗ്നൽ സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ, അന്ന് ഇർഫാൻ ഹബീബിനെ NIA അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സബ്സിക്വൻ്റ് ഇൻസിഡൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. യു ഹാവ് ടു സെൻഡ് എ വെരി സ്ട്രോങ് സിഗ്നൽ അറ്റ് ദ റൈറ്റ് ടൈം.
അതിനുശേഷം സംഭവിച്ചു നോക്കൂ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ NIA ലോവർ കോർട്ടിൽ തോറ്റുപോയി. ലോവർ കോർട്ടിൽ. വാട്ട് വാസ് ദ റീസൺ? വി ഡോണ്ട് നോ. ബട്ട് NIA കട്ട് എ സോറി ഫിഗർ ഇൻ ഫ്രണ്ട് ഓഫ് കേരള സിറ്റിസൻസ്. എനിക്ക് എൻ്റെ തല നാണം കൊണ്ട് കുനിഞ്ഞു പോയി. NIA ലോവർ കോർട്ടിൽ തോറ്റുപോകുന്ന ഒരു കേസിൽ. വെൽ, ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവും, വലിയ വക്കീലന്മാർ നിയമം ഇങ്ങനെ തലനാരഴ കീറി തെളിവിൻ്റെ അംശം വരെയൊക്കെ എടുത്തു നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ കേസുകൾ പോകാറുണ്ട്. ബട്ട് ലോവർ കോർട്ടിൽ നിങ്ങളുടെ ഒരു കേസ് ഇറ്റ് ഈസ് ഫോളിങ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് നോട്ട് ഒരു ഇൻസൾട്ട് ടു നാഷണലിസ്റ്റ്? വാട്ട് സോർട്ട് ഓഫ് NIA വി ഹാവ്? ഞാൻ പറയുന്നത് ഇന്ന് നാളെ NSGയിലും ഇത് ആവർത്തിച്ചു കൂടായികയില്ല. സോ ദർ ഈസ് എ പെർസെപ്ഷൻ ഗെയിം, ദർ ഈസ് എ വാർ ഓഫ് നരേറ്റീവ്സ്. ആ വാർ ഓഫ് നരേറ്റീവ്സ് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ ജനങ്ങൾ സുരക്ഷിതരാകുള്ളൂ. മാത്രമല്ല, ഈ ഏജൻസികളൊക്കെ നിഷ്പക്ഷരാണെന്നും ഞങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നും ജനങ്ങൾക്ക് ഉറപ്പ് വരുത്തണ്ടേ. നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, നീതി നടപ്പാക്കിയതായിട്ട് ജനങ്ങൾക്ക് ബോധ്യം വരണം, അത് കാണപ്പെടണം. അപ്പോഴാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നതും ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും. അല്ലെങ്കിൽ പറയും, ഓ ഇത് ഉടായിപ്പോൾ കുറേ പേർക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് കേരളത്തിൽ വന്ന് സൂഹിക്കാൻ NIAയുടെ ആഫീസുണ്ട്, കൂടെ NSGയുടെ ആഫീസ്, ED നേരത്തെ വന്ന് കിടപ്പുണ്ട്, CBI പായും തലേണ ഇട്ട് കിടപ്പുണ്ട്, ഇവരിങ്ങനെ പോലീസുകാർക്ക് വന്ന് സൂഹിക്കാനുള്ളൊരു ഏർപ്പാടെന്ന് ജനം പറയും. കാരണം യുവർ പെർഫോമൻസ് അങ്ങനെയാണ്. എന്ത് ചെയ്യും? CBIയുടെ കാര്യം നോക്കൂ. കേരളത്തിൽ CBI കേസ് ജയിച്ചിട്ടുള്ളത് മമ്മൂട്ടി കേസ് CBI ഓഫീസറാകുമ്പോൾ മാത്രമാണ്. ബാക്കി എല്ലാ കേസുകളും CBI കേരളത്തിൽ തോക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ അന്വേഷണങ്ങളും എങ്ങും എത്താതെയോ അല്ലെങ്കിൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കുന്നു. വാളയാർ കേസുമൊക്കെ പറഞ്ഞ് ആത്മഹത്യയായിട്ടല്ലേ തള്ളിയത്. വേർ ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് CBI? വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് NIA? ആൻഡ് വാട്ട് വിൽ ബി ദ ക്രെഡിബിലിറ്റി ഓഫ് NSG? ഐ എം അപ്രഹെൻസീവ് അബൌട്ട് ദിസ്. ഞാൻ ഇവരെ ആരെയും ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഏജൻസിയോ കുറ്റപ്പെടുത്തി പറയുകയല്ല. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അനുഭവപ്പെടുന്നില്ല. ഈ അനുഭവത്തിലൂടെയാണ് ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ വാചകത്തിലൂടെയാണോ, നോട്ടിഫിക്കേഷനിലൂടെയാണോ? അനിൽ നമ്പ്യാർ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര കേന്ദ്ര അധികാരികൾ കേരളത്തിൽ വന്നു പ്രസംഗിച്ചു പോയി. ആരെങ്കിലും കേരളത്തിലെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പറ്റി ഒരു വാക്കെങ്കിലും സംസാരിച്ചോ? ഇല്ല. അപ്പോൾ പിന്നെ ആർക്കാണ് ഇതിൻ്റെ ആശങ്ക? ആരും ഇതിനെപ്പറ്റി പറയുന്നില്ല. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അപ്പോൾ പറയും, മോഹൻദാസ് വർഗീയവാദി, സ്റ്റാൻലി സെബാസ്റ്റ്യൻ കൊടും വർഗീയവാദി, അവനെ വെടിവെച്ചു കൊല്ല്, അവനെ ഓടിച്ചിട്ട് തല്ല്. ഈ രീതിയിൽ പോകുന്ന നരേറ്റീവ് നിങ്ങളുടെ. യു ഡോണ്ട് ഹാവ് എ നാഷണൽ നരേറ്റീവ് അറ്റ് ഓൾ ഓൺ ദീസ് ഇഷ്യൂസ്. ദെയർഫോർ വാട്ട് ഐ റിക്വസ്റ്റ് ഈസ്, ഈ ആക്ഷൻസ് മാത്രം പോരാ, നിങ്ങളുടെ നരേറ്റീവ് പത്രങ്ങളിൽ, ചാനലുകളിൽ, ഓ ചാനലെല്ലാം എനിക്കെതിരാണ്, ഓ പത്രങ്ങളെല്ലാം എനിക്കെതിരാണ്. ശരി പോട്ടെ, സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ നാക്കുണ്ടല്ലോ, അത് നിങ്ങളുടെ സ്വന്തമാണല്ലോ, അതാരും അറുത്ത് കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇത് സംസാരിക്കാൻ ആളില്ലെങ്കിൽ നമുക്കിതുപോലെ ഏജൻസികൾ നമ്മളെ ചതിച്ചു നമുക്ക് തോന്നും, പോരാന്ന് നമുക്ക് തോന്നും. നമ്മൾ പോരാന്ന് ഏജൻസികൾക്കും തോന്നും. നാട്ടുകാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, പിന്നെ ഞാനെന്തിനാ പോയി ഇവിടെ കൊണ്ട് ചാവുന്നത്, ഇങ്ങനെ ഏജൻസികൾക്ക് തോന്നാമല്ലോ. അവൾ ഏജൻസിയിലുള്ളവരും മനുഷ്യരാണ്, NSGയിലുള്ളവരും മനുഷ്യരാണ്, NIAയിലുള്ളവർ മനുഷ്യരാണ്. അവർ വിചാരിക്കും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ല, ഒരാളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കൂട്ടം, ഇവിടെ ആൾക്കൂട്ടം, അനങ്ങാനും തിരിയാനും സമ്മതിക്കാതെ കോടതി. ഇതൊക്കെ ഞാൻ പിന്നെ ഇട്ടു, എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കട്ടെ, ശമ്പളം കിട്ടുന്നവരെ ജോലി ചെയ്യാതെ കഴിയുമ്പോൾ ഏറ്റവും വേഗം റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് വീട്ടിൽ പോവാം. ഇങ്ങനെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? സോ ജോയിൻ്റായിട്ട് നമ്മൾ രാജ്യസ്നേഹികളായ പൗരന്മാരും രാജ്യസ്നേഹികളും ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ തീവ്രവാദത്തെ ചെറുക്കാൻ പറ്റുള്ളൂ. ഏജൻസികൾക്ക് മാത്രമായിട്ടും അത് പറ്റില്ല, ജനങ്ങൾക്ക് മാത്രമായിട്ടും പറ്റില്ല. ഒരു കൂട്ടായ യത്നം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. കൂട്ടായിട്ടൊരു നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വെൽ സെഡ് TG, വളരെ നന്നായിട്ട് താങ്കൾ അവതരിപ്പിച്ചു. രാജ്മോഹൻ സാർ, TG ഉന്നയിച്ച വിമർശനത്തെ എങ്ങനെ കാണുന്നു? കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് ചുവട് പിഴയ്ക്കുന്നുണ്ടോ? ഇപ്പോൾ ആ ഉദാഹരണങ്ങളൊക്കെ, സ്വർണ്ണക്കടത്ത് കേസ് തൊട്ട് നിരവധി ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിക്കുന്നില്ല. അത് കേരളത്തിൻ്റെ ഈ പൊതു സ്വഭാവം, അതായത് ഇത് കേരളമാണ് എന്ന ആ ഒരു പൊതു സ്വഭാവം ഇവരിൽ കൂടി അലിഞ്ഞു ചേരുന്നത് കൊണ്ടാണോ?
എനിക്ക് തോന്നുന്നത് അതല്ല. കാരണം വെച്ചാല് ഇദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ഒരു പരാതി കൊടുത്തു, ഗവർണർ അറ്റാക്ക് ചെയ്തതിന് പരാതി കൊടുത്ത് ലോക്കൽ പോലീസ് കേസെടുത്തില്ല. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഹോം സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തു, അവിടെയും കേസെടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്നത്. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഹെഡ്ലിയുടെ കേസ് സുവമോട്ടോ എടുത്ത കേസാണ്. ക്രൈം നമ്പർ 3 NIA-യുടെ മൂന്നാമത്തെ നമ്പർ കേസാണ്. ആ കേസ് ഹെഡ്ലിയുടെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് എൻക്വയറി കണ്ടക്ട് ചെയ്തു. കേസ് ഏഷ്യ NIA-യുടെ DG കൊടുത്തു. അങ്ങനെ DG എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തതിന് ശേഷം അവിടുന്ന് MHA ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ ഓർഡർ ബേസ്ഡ് ആണ് NIA കേസ് എടുക്കുക. അതാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു പേപ്പർ കൊടുത്തു, അത് എൻക്വയറിക്ക് വേണ്ടി തിരിച്ച് മിക്കവാറും DG NIA കൊടുത്തു കാണും. അപ്പൊ തിരിച്ചധികം റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് കൊഗ്നിസൻസ് ഉള്ള റിപ്പോർട്ടാണെങ്കിൽ തീർച്ചയായിട്ടും MHA ഒരു സുവമോട്ടോ കേസ് എടുക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യും. അപ്പൊ ഇതിന് ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞങ്ങളൊക്കെ ഇങ്ങനെ കേസുകൾ സ്വയം എടുത്തിട്ടുണ്ട് വിത്തൗട്ട് ദ കൺകറൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം അഭിപ്രായം പറയുന്നത് ഈ സെൻട്രൽ ഏജൻസിയുടെ കേരളത്തിലുള്ള ആക്ടിവിറ്റി. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ചെറിയ ഇന്ററപ്ഷൻ. ഒരു ചെറിയ കാര്യം. ശ്രീ രാജ്മോഹൻ അങ്ങും കണ്ടു കാണും. പതിവില്ലാത്ത വിധം ഗവർണർ 2 or 3 തവണ പത്രസമ്മേളനം നടത്തി രാജ്ഭവനിൽ. അതിൽ ഗവർണർ ഓപ്പൺലി പറഞ്ഞു, ഐ വാസ് ഹെക്കിൾഡ്, മൈ സ്പീച്ച് വാസ് ഇൻറ്ററപ്റ്റഡ്, അറ്റാക്സ് വെയർ മെയ്ഡ് അഗൻസ്റ്റ് മീ, ഐ ഹാഡ് ടു പ്രൊട്ടക്ട് മൈസെൽഫ്. ഇതൊക്കെ ഗവർണർ പറയുന്നു. ഇതൊന്നും ആഭ്യന്തര സെക്രട്ടറി ഭല്ല കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഓർ ഐ ഹാവ് ടു പെർസ്യൂ ഫർദർ. ആഭ്യന്തര സെക്രട്ടറിയോട് വീണ്ടും ചോദിക്കണം, ഇത് DIG NIA-ക്ക് അയച്ചോ എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കണം. എന്നിട്ട് വിവരാവകാശ നിയമപ്രകാരം DIG NIA-യുടെ പിന്നാലെ ഞാൻ നടക്കണം. എനിക്ക് സാധ്യമല്ല സാർ, മനസ്സിലായോ? ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഞാൻ NIA-യെ ഏൽപ്പിച്ചിട്ട് ആ NIA-യെ പിന്നാലെ ഞാൻ പെർസ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല സാർ. എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. ഇങ്ങനെയല്ലേ ഒരു പൗരൻ വിചാരിക്കുകയുള്ളൂ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കൺസേൺ നമ്മൾ വ്യക്തമായി ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ NIA ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചത് ഏറ്റവും വണ്ടർഫുൾ ആയ ഒരു തീരുമാനമാണ്. NIA ഈ സ്വപ്ന സുരേഷ് പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിച്ചത്. അതാണ് പറയുന്നത്. നമ്മുടെ ചില രാഷ്ട്രീയമായ ചില പാപ്പരത്വമാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ, പാൻ ഇന്ത്യയിലത്തെ പ്രീമിയർ ഓർഗനൈസേഷൻ, പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ചില ആൾക്കാർ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്തു എന്നാണ് ഞങ്ങളെ കരുതുന്നത്. അല്ല രാജ്മോഹൻ സാർ, അത് ശിവശങ്കർ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ സ്വന്തം ഏജൻസി വരുന്നുണ്ട് NIA, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് സ്വപ്ന അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോഴും കരുതുന്നത് NIA വളരെ എഫക്റ്റീവായ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. നമ്മളൊരു ചർച്ചയിലേക്ക് വലിച്ചു കിടക്കേണ്ട. കാരണം അത്രത്തോളം പ്രീമിയർ ആയ ഓർഗനൈസേഷനാണ് അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ ഉയർന്ന തരത്തിലുള്ള നിലവാരവും നമ്മൾ എപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മുടെ ദേശത്തിന് ആ ഏജൻസി ഒരു മുതൽക്കൂട്ടാണ്. അത് ഇനിയും അത്തരത്തിൽ മാത്രമേ പോകുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. എക്സെപ്റ്റ് ഈ ഒരു കേസ്, അതിൽ എന്ത് നടന്നു എന്ന് നമുക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് അറിയാം. അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമായിരിക്കും. അത് ചില രാഷ്ട്രീയമായ ചില തീരുമാനങ്ങളാണ്. അതിലൊക്കെ വി ഓൾ റിഗ്രറ്റ്. പക്ഷെ എനിക്കാകെ പറയാനുള്ളത്, ഈ ഏജൻസി തീർച്ചയായിട്ടും ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം കൂടെ പ്ലീസ് പറയട്ടെ. ഈ ദ ഫേമസ് ഓർ ഇൻഫേമസ് കനകമല ഓപ്പറേഷൻ അത് നടത്തിയത് NIA ആണ്. അക്കാര്യത്തിൽ ഞാൻ NIA-യെ അഭിനന്ദിക്കുന്നു. NIA കനകമല ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ കഷ്ടിച്ച് 1 മണിക്കൂർ മുമ്പാണ് കേരള പോലീസിനെ അറിയിച്ചത്. അതുകൊണ്ട് കനകമല ഓപ്പറേഷൻ നടന്നു. എന്നിട്ട് തന്നെ ആ 6 പേരുടെ അറസ്റ്റ് തടയാൻ ഏകദേശം 150 പേരുടെ സംഘം മലമുകളിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് ഒരു കണക്കിന് NIA അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ
ഇതിൽ നിർഭാഗ്യകരമായ ഒരു അടിക്കുറിപ്പ് എന്താണെന്ന് വെച്ചാൽ അത് കേരള NIA ആയിരുന്നില്ല, ഡൽഹി NIAയും തമിഴ്നാട് NIAയും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു. നൗ വെൽ യു ക്യാൻ കണ്ടിന്യൂ. രാജ്മോഹൻ ഇല്ല ഞാൻ കൂടുതൽ ഞാൻ ഓക്കെ ഐ ഡോണ്ട് ഗോ ഫോർ ഡിബേറ്റ് ഓൺ ദാറ്റ്. പക്ഷേ അല്ല ഇതുപോലുള്ള അപ്രഹെൻഷൻസ് ഉണ്ട്, ഞാൻ പറയും ഇതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ NIA ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ ആരും പുറത്തറിയാത്ത പല ടെറർ ഓപ്പറേഷൻസും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളാരും അറിയില്ല. പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ പത്രക്കാർക്കോ ആർക്കും അറിയാത്ത ഒരുപാട് ആക്ടിവിറ്റീസ്, പല ടെറർ ആക്ടിവിറ്റീസും സ്വകാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ മുഴയിൽ തന്നെ ഉള്ളിൽ കളഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഇന്ത്യ മുഴുക്കുണ്ട്, കേരളത്തിലുണ്ട്, സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഒന്നൊരു ചർച്ചയൊക്കെ ഞാൻ മുതിരുന്നില്ല. എന്തായാലും എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ആ ഓർഗനൈസേഷൻ നമ്മുടെ NSG തന്നെ വളരെ എഫിഷ്യന്റ് ആയ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻ ദ വേൾഡ്. അപ്പൊ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിലേക്ക് ഈ പിന്നെ നമ്മൾ സാധാരണ ഒരു പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാതെ ചർച്ചയിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നതാണ് ഞാനൊക്കെ താല്പര്യപ്പെടുന്നത്. എല്ലാവരും അത് അംഗീകരിക്കുമെന്ന് കരുതുന്നു. എന്തായാലും NSG പെട്ടെന്ന് എന്റെ ഒരു വിശ്വാസം എന്താന്ന് ചോദിച്ചാല്, കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരെ ദേശീയ ഏജൻസികൾ മേ ബി ഒരു 1.5 വർഷത്തിനകം കംപ്ലീറ്റ് തെളിവുകൾ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. അപ്പോഴാണ് ഇവിടുത്തെ പല ആൾക്കാരും പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴാൻ പോകുന്നതും. നമ്മളൊക്കെ പല പല രാഷ്ട്രീയ കക്ഷികളും ആരാധിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളും ആൾക്കാരും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ നേതൃത്വമുണ്ട്, മത നേതൃത്വമുണ്ട്, ജാതി നേതൃത്വമുണ്ട്, മീഡിയ ഉണ്ട്, പല സിനിമാക്കാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി. സെഡിഷനിൽ ഇൻവോൾവ് ആയ ഒരു പറ്റം ആൾക്കാരെ പിടികൂടും എന്ന് തന്നെയാണ് വിശ്വാസം. അവരതിന്റെ വളരെ അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള കേസായതുകൊണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അതുണ്ടാവും. ആ ആൾക്കാര് ഇപ്പൊ PFI പിടിക്കാൻ ഇത്രയും സമയമെടുത്തു, അതുപോലെ ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വെട്ടിമുറിക്കാൻ ശ്രമിച്ച ആൾക്കാരും ഒരു ദിവസം നീതിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് അതിന്റെ ഒരു ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. അതാണ് ഈ NSGയുടെ വരവെന്ന് പറയുന്നത്. കേരളത്തിലെ സെഡിഷനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വിഘടനവാദത്തെ സംബന്ധിച്ചിടത്തോളം ബിഗിനിങ് ഓഫ് ദ എൻഡ് അതാണ് NSGയുടെ വരവ്. അതുകൊണ്ട് അത് നടക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും കേരളം കാക്കാൻ കരിമ്പൂച്ചകൾ വരട്ടെ, അവരുടെ പ്രവർത്തനത്തിൽ സുതാര്യത പുലർത്തട്ടെ, മലയാളികൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.